വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയാലോ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ പനീറാണ്. ഞാനിവിടെ ഫ്രഷ് ക്രീം ഒന്നും ഉപയോഗിച്ചിട്ടല്ല ബട്ടർ പനീർ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനെ കൊണ്ട് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ നമുക്ക് 2 സ്റ്റെപ്പായിട്ട് പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിത് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യമായിട്ട് വേണ്ട സാധനങ്ങളാണ് 3 ഉള്ളി ഞാനിവിടെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ 2 വലിയ തക്കാളി, പിന്നെ നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയാണ്. അത് ഞാൻ നന്നായി ചതച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി പൊടികളായിട്ട് നമുക്ക് വേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് പഞ്ചസാര, എണ്ണ വേണം നമുക്കിതൊക്കെ വറുത്തെടുക്കാൻ. പിന്നെ എടുത്തിരിക്കുന്നത് മല്ലിയിലയാണ്, അത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവസാനം ഉപയോഗിക്കുന്നതാണത്. രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് വേണ്ടത് പനീർ. ഇവിടെ ഞാൻ 200 ഗ്രാമിന്റെ പനീറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ 15 കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. ആ കാഷ്യൂ നട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 80 ml കപ്പിലാണ് പാൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഗരം മസാലയാണ്, പിന്നെ ആവശ്യത്തിന് ബട്ടർ. ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ഇടാം, പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല് അതിലേക്ക് ഒഴിച്ച് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഞാനൊന്ന് ഇത് നന്നായി അരച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഞാനിവിടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നോക്കി നിങ്ങൾക്ക് കാണാം, നല്ല പേസ്റ്റ് രൂപത്തിലാണ് ഇത് അരച്ചിരിക്കുന്നത്. കാഷ്യൂ നട്ട് മുഴുവനായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇതിൽ. ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ ഒഴിക്കാൻ പോവുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി ഇടാം. ഉള്ളി നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. ഈ കറി ഉണ്ടാക്കുമ്പം നമ്മൾ മാക്സിമം വെജിറ്റബിൾ ഓയിൽ എടുക്കുന്നത് അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. നേരത്തെ സാധനങ്ങൾ പറയുമ്പോൾ ഞാനത് പറയാൻ വിട്ടുപോയതാണ്. കാരണം കോക്കനട്ട് ഓയിൽ എടുക്കുകയാണെങ്കിൽ അതിനൊരു സ്മെല്ല് പ്രത്യേകമായിട്ട് വരും. ഈ ഒരു കറിക്ക് നമ്മൾ എപ്പോഴും ഗരം മസാലേൻ്റെ സ്മെല്ല് നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഉള്ളിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പിടാം. പെട്ടെന്ന് ഉള്ളി ഒന്ന് ഫ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്കിടാം. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി ഇടാം. തക്കാളി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നല്ലതുപോലെ കുക്കാവണം. തക്കാളിയൊക്കെ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഇടാം. ആ ഒരു പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കോട്ടെ. എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ഇടാം. ഞാനിവിടെ ഇത്രയാണ് പഞ്ചസാര ഇടുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അത് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് നന്നായി തന്നെ പഞ്ചസാര ഇട്ടിട്ട് അത് യോജിപ്പിക്കാവുന്നതാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു 1/4 ഭാഗം എടുത്ത് ഒന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർത്ത് അരച്ചെടുക്കണം. ഞാൻ ഇതിന് 1/4 ഭാഗം മാത്രമേ അരച്ചെടുക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി 1/4 ഭാഗം അവിടെ തന്നെ വെക്കുകയാണ്. ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഇവിടെ ഒന്ന് തണിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇത്രയും ഭാഗം ഒന്ന് അരച്ചെടുക്കാം. ഇത്രയും ഭാഗം ഞാൻ ഇതേപോലെ തന്നെ യൂസ് ചെയ്യാണ്. ഇത്രയും ഭാഗം നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരല്പം വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ പകുതി ഇതിലേക്ക് ഇടുന്നുണ്ട്.
ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ്, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് അതിലേക്ക് ഇടാം. അതൊന്ന് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർക്കാം. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇത് നല്ല കട്ടിയായിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ലൂസ് ആക്കണം. അതിന് ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് അതിലേക്ക്. ഇത്ര ഒഴിച്ചാൽ മതിയാകും. ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാല അതിലേക്ക് ഇടാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പനീർ ഇതിലേക്ക് ഇടാം. ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ടാണ് പനീർ ഇടുന്നത്, ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ബട്ടറിൽ ഫ്രൈ ചെയ്തതിന് ശേഷം ഇടാം. പനീർ ഒന്ന് നന്നായി കുക്കാവണം. അതിന് വേണ്ടിയിട്ടാണ് തിളക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ പനീർ അതിലേക്ക് ഇട്ടിരിക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ഉപ്പും ആ ഒരു മധുരമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. പൊതുവെ പനീർ കഴിക്കുമ്പോൾ നമുക്ക് ഒരു ഫീൽ ഉണ്ട്, അയ്യോ പനീറിലൊന്നും പിടിച്ചിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പനീർ ആദ്യമേ ആ ഒരു മിക്സി തിളക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ പനീർ ഇട്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് അതിന്റെ ഉപ്പും ആ ഒരു മധുരമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്യാം. ഉപ്പ് അല്പം കുറവാണ്, ഞാൻ ഉപ്പ് ഇടുന്നുണ്ട് ഇതിലേക്ക്. മധുരം കറക്റ്റ് ആയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. നമ്മളെ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും നേരം ഞാൻ മീഡിയം ഫ്ലെയിമിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ടും പാലും ഇതിലേക്ക് ഒഴിക്കാം. ഈ ഒരു മിക്സ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കറി തിളക്കേണ്ട ആവശ്യമില്ല. ഇത്രയും മതിയാവും. നമുക്ക് ആ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ഇതിലേക്ക് ഇടാം. നമ്മുടെ കറി ഞാനിവിടെ സെർവിങ് ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന ബട്ടർ ഇതിന്റെ മേലേക്ക് ഇടുകയാണ്. ഇനി കറി ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന കറിയായിരിക്കും ഇത്. ഇനി നമുക്ക് പുതിയൊരു വിഭവമായി പുതിയൊരു വീഡിയോയിൽ കാണാം. ബൈ.